അസ്സലാമലൈക്കും. മലയാളക്കരയിൽ പൊതുവെ ശഅബാൻ മാസമായാൽ മുസ്ലിം വീടുകളിൽ തകൃതിയായി ശുചീകരണങ്ങൾ നടക്കാറുണ്ട് അല്ലേ? ഈ സമയത്ത് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാരൊക്കെ വീടും പരിസരവും ഉപകരണങ്ങളും വസ്ത്രങ്ങളും വൃത്തിയാക്കും. പൊതു ഇടങ്ങളായ പള്ളികളും മറ്റും വെള്ളപൂശുന്നതും ഈ സന്ദർഭത്തിലാണ്. നനച്ചുകുളി എന്നാണ് ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയൽ. ഇത് ശരിയായ അർത്ഥത്തിൽ പുലരേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം റമദാന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അവൻ്റെ സമകാലിക ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അത് കടന്നുപോയും വേണേ. റമദാന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ സംഗതിയും പ്രാധാന്യമൊക്കെ തിരിച്ചറിയാൻ ആദ്യം നമ്മൾ എന്ത് വേണം? റമദാനെ തിരിച്ചറിയണം. റമദാൻ എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനുള്ള വേണ്ടിയുള്ള ഒരുക്കങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ നമുക്ക് ബോധ്യമാവും. എന്നാൽ പലപ്പോഴും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അർത്ഥമാക്കുന്ന എന്താ? നന്നായി ഒരുങ്ങുമ്പോൾ നന്നായി പരിഗണിക്കുന്നു എന്ന് വരും. തീരെ ഒരുങ്ങാതിരുന്നാലോ? തീരെ പരിഗണിച്ചില്ല, കണക്കിലെടുത്തില്ല എന്നും വരും. അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അനാദരവാക്കുകയായിരിക്കും. റമദാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങേണ്ടത് ശരിക്കും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിന്നാണ്. കാരണം മനുഷ്യൻ്റെ കേന്ദ്രം ഹൃദയമാണ്. അവിടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ജനിക്കുന്നത്. മനസ്സാണ് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. മനസ്സിൽ ഏറെ കുമിഞ്ഞുകൂടുന്നത് പാപങ്ങളാണ്. പാപങ്ങളെ കരിച്ചു കളയാൻ ആദ്യം വേണ്ടത് തൗബയാണ്. അപ്പോൾ തൗബ മാലിന്യത്തിൻ്റെ കൂമ്പാരത്തെ അത് കഴുകിക്കളയും. മാത്രമല്ല മാനസിക ആരോഗ്യവും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പതിവ് പോലെ വീടും വീട്ടുപകരണങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും ശരീരത്തെയും ജീവിതശൈലിയെയും വൃത്തിയാക്കി റമദാന് വേണ്ടി ഒരുങ്ങുന്നതാണ് ശരിക്കും നനച്ചുകുളി.